ടോബി ജോൺസൺ കോട്ടയത്ത് നമ്മോടൊപ്പം ചെയ്യുന്നുണ്ട്. ടോബി, മധ്യകേരളത്തിലും അലേർട്ട് ഉണ്ടെന്ന് നേരത്തെയൊക്കെ പല റിപ്പോർട്ടുകളിലും കനത്ത കാറ്റും മഴയും ഉള്ളതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ ഇപ്പോഴും കോട്ടയത്ത് അതേ സ്ഥിതി തുടരുകയാണോ? എവിടെയെങ്കിലും പ്രത്യേകിച്ച് താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളക്കെട്ടൊക്കെ രൂപപ്പെട്ട് തുടങ്ങിയോ? സുഹൈല്, തീർച്ചയായിട്ടും അതിശക്തമായിട്ടുള്ള കാറ്റും അതുപോലെ തന്നെ മഴയുമുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് ഈ ഒരു പ്രതിഭാസം തന്നെയാണ് മിക്ക സ്ഥലങ്ങളിലുമുള്ളത്. ശക്തമായി മഴ പെയ്യുന്നുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം അതിശക്തമായിട്ടുള്ള കാറ്റ് വീശിയിരുന്നു. ആ കാറ്റിനെ തുടർന്നാണ് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായത്. ഇന്നും അതേ സ്ഥിതി തന്നെ തുടരുകയാണ്. ഒറ്റപ്പെട്ട മഴയും ഒപ്പം തന്നെ ശക്തമായ കാറ്റും. ഇതാണ് കോട്ടയം ജില്ലയിലെ നിലവിലെ ഒരു അവസ്ഥ. നിരവധി വീടുകൾ, ഏകദേശം ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ ഒരു 30-ലധികം വീടുകൾ ഇതിനോടകം തന്നെ മരം കടപുഴകി വീണ് തകർന്നിട്ടുണ്ട്. നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ നമ്മൾ കണ്ടതാണ് അയർക്കുന്നം, മറ്റക്കര മേഖലകളിലൊക്കെ ഇത്തരത്തിൽ മരങ്ങൾ വീണ് നിരവധി വീടുകൾ തകർന്നിട്ടുണ്ട്. പലരും ഭാഗ്യം കൊണ്ടാണ്, അല്ല അത്ഭുതകരമായി രക്ഷപ്പെടുന്ന ഒരവസ്ഥയും ഉണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള സാഹചര്യം തുടരുകയാണ്. ജില്ലാ കളക്ടർ ഇന്ന് കോട്ടയം ജില്ലയിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവരൊക്കെ ജാഗ്രത പാലിക്കേണ്ടതാണ്. കാരണം മീനച്ചിലാറ്റിൽ ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. കൂടുതൽ മഴ പെയ്യുകയാണെങ്കിൽ, കൂടുതൽ വെള്ളം വരികയാണെങ്കിൽ അത് താഴ്ന്ന പ്രദേശങ്ങളെ വെള്ളക്കെട്ട് ഉണ്ടാകാനുള്ള അല്ലെങ്കിൽ ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയുണ്ട്. മുൻകരുതൽ എടുക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും കോട്ടയം ജില്ലയിലും അതിശക്തമായിട്ടുള്ള മഴ തുടരുകയാണ്. സുഹൈൽ, ശരി, ടോബി നിൽക്കുന്ന ഇടത്ത് പോലും കനത്ത മഴയും കാറ്റുമുണ്ട്. ദൃശ്യങ്ങൾ വ്യക്തമാണ്. എന്തായാലും മധ്യകേരളത്തിലൊക്കെ അടക്കം ശക്തമായ മഴ തുടരുകയാണ്.